ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ സാറേ. അച്ഛൻ മോളെ നോക്കിയോടെ. ഇത് എങ്ങോട്ട് പോയടാ? ഇപ്പൊ ഇവിടെ കാണുന്നില്ലല്ലോ. പപ്പിമോളോ? പപ്പിമോളെന്താ ഇവിടെ എത്തിക്കുന്നേ? ഞാനങ്ങനെ ഇവിടെ എത്തി. അതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം. അല്ലെങ്കിൽ അവരെന്നെ പിടിക്കും. മോളാ ചേട്ടാ, വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങി പോന്ന. എടാ, എന്നെ പിടിക്കാതെ കൊച്ചിനെ പോയി പിടിയടാ. രോഹിത് എഴുന്നേക്ക്. രോഹിത് ഒന്ന് എഴുന്നേക്ക്. നമ്മുടെ മോളെ കാണാനില്ല. പപ്പി മോളെ കാണാനില്ല. രോഹിത് എഴുന്നേക്ക്. രോഹിത് ഒന്ന് എഴുന്നേക്ക്. ഞാൻ ഈ വീട് മുഴുവൻ നോക്കിയിട്ടായി വിളിക്കുന്ന. ഒന്ന് എഴുന്നേക്ക് രോഹിത്. രോഹിത്, നമുക്ക് നമ്മുടെ മോളെ പോയി നോക്കാം. രോഹിത് ഒന്ന് എഴുന്നേക്ക്. ഒന്ന് എഴുന്നേക്ക്. തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് എന്റെ മോളെ വേണം. എന്റെ മോളെ ഞാൻ കണ്ടെത്തിക്കോളാം. ഞാൻ ഒരു കാലത്ത് ഗതി പിടിക്കില്ലടോ. പുഴുത്തേ താൻ ചാകൂ. പപ്പി മോളെ, വിഷ്ണു അച്ഛ, മക്കളെ, അച്ഛനെന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ? മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ സാറേ. അച്ഛൻ മോളെ നോക്കിയോടെ. എന്താ സാറേ, എന്താ പ്രശ്നം? സാറേ, കുമാര് എന്നെ എന്റെ കൊച്ചിനെ ഉപദേശിക്കാൻ നോക്കി സാറേ. പിന്നെ എന്റെ മോഹം വന്നിട്ടാ. അയ്യോ സാറേ, ഞങ്ങൾ വെറുതെ ഇത് പോവുമായിരുന്നു. അല്ല സാറേ, അല്ല, എന്റെ കൊച്ചിനെ ഒരു ഉപദ്രവിച്ച്. പിടിച്ച് കേറോ കുമാരൻ, കേറോ. എന്നിട്ട് മകൻ എവിടെ? അവൻ ഇവിടെ 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 അവൻ വന്ന. ഞാൻ കണ്ടതാ അവനെ. ഞാനവനെ കണ്ടതാ. അവൻ വന്നിട്ടാ.
ഒന്ന് നിർത്തി. ശ്യാമേ, കുഞ്ഞേച്ചി, 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 നമ്മുടെ പപ്പി മോള്. നീ വാ, നമുക്ക് നോക്കാം. നീ വന്ന് വണ്ടി കയറ. വാ. ചേട്ടാ പോവാം. ഇനി എങ്ങോട്ടാ? നേരെ പോട്ടെ. ഉറങ്ങുന്നത് വരെ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് കിടത്തിയതാ കുഞ്ഞേച്ചി. പിന്നെ എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് വയ്യ ഇങ്ങനെ തീ തിന്ന. പേടിച്ച് വല്ല കടയുടെ വരാന്തയിലും കയറി നിപ്പുണ്ടാവും. നമുക്ക് നോക്കാന്നേ. നീ സമാധാനിക്ക. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി, എനിക്ക് സഹിക്കാൻ വയ്യ കുഞ്ഞേച്ചി. എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നെ? മോളെ കാണാനില്ലെന്ന കാര്യം പറയണേ. ഞാൻ രോഹിത്തിനെ എങ്ങനെയൊക്കെ വിളിച്ചെന്നറിയോ? രോഹിത്ത് എഴുന്നേറ്റില്ല കുഞ്ഞേച്ചി. രോഹിത്തിനിപ്പൊ മദ്യം മതിയല്ലോ. ഞങ്ങളെ ആരെയും വേണ്ട. രോഹിത്തിന്റെ കയ്യിന്ന് ഇപ്പൊ ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ശ്യാമേ. അവനിപ്പോ നിങ്ങളിന്ന് ഒരുപാട് അകലെയാ. പിന്നെ അവൻ എങ്ങനെയാ ഇങ്ങനെ തിരക്കി നടക്കുന്നത്? എന്നാലും കുഞ്ഞേച്ചി, നമ്മുടെ മോള്, അവൾക്ക് എന്തു പറ്റി? ഒന്നും സംഭവിക്കില്ല. ദൈവം ഉണ്ട് അവൾക്ക് കൂട്ടായിട്ട്. നമ്മളെ കാത്തതേ അവൾ എവിടെയെങ്കിലും നിൽപ്പുണ്ടാവും. ഇനി എങ്ങോട്ടാ മാഡം? അത് നമുക്കേ ആ ബസ് സ്റ്റാൻഡിൽ കൂടി ഒന്ന് നോക്കാം. ആ ശരി. ഹലോ. ആ മോളെ, മോളെ എന്തായിടി? കുഞ്ഞിനെ കണ്ടോ? അമ്മേ, ഞങ്ങളിതേ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ട് പോവാ. ശ്യാമ എന്റെ കൂടെ ഉണ്ട്. ആ പിന്നെ പപ്പി എങ്ങാനും അവിടെ എത്തുകയാണെങ്കിൽ ഞങ്ങളൊന്ന് വിളിക്കണേ. മോളെ, ഇത്രയും രാത്രിയായില്ലേ? ഇനി നിങ്ങൾ അന്വേഷിച്ചാ പോരാ. നീ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്ക്. അമ്മേ, ഒന്നുകൂടി നോക്കിയിട്ട്. വേണ്ട മോളെ, ഇനിയും നമ്മൾ പോലീസിൽ വിവരം അറിയിക്കാത്തതേ കൂടുതൽ കുഴപ്പങ്ങളിൽ കൊണ്ടെത്തിക്കും. പിന്നീട് എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്റ്റേഷനിൽ ചെന്ന് വിവരം പറയേ. അവരും കൂടെ അന്വേഷിക്കട്ടെ. ആരന്വേഷിച്ചാലും നമുക്ക് നമ്മുടെ മോളെ കിട്ടണം. ദേ, ഇനി നിങ്ങൾ എന്നെ വിളിക്കുന്നത് പപ്പി മോളെ കിട്ടിയെന്ന് പറയാനായിരിക്കണം കേട്ടോ.